ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായുടെ ഈ സ്വാന്തന കൂടാരത്തിലേക്ക് ആദരവോടുകൂടി സ്നേഹ വന്ദനം. മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല എന്ന് യേശു തമ്പുരാൻ പറഞ്ഞു. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നെങ്കിലെന്ന് അത് വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഒക്കെ തോന്നാറുണ്ട്. മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല എന്ന് യേശുദമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ സന്ദർഭമൊക്കെ നമുക്ക് വേഗം പിടികിട്ടും. സഹോദരനുമായിട്ടുള്ള സ്വത്ത് തർക്കവും പരിഹരിക്കുവാനായിട്ട് കർത്താവെ അങ്ങൊരു മധ്യസ്ഥനായിട്ട് ഞങ്ങൾക്കിടയിൽ നിൽക്കാമോ എന്നൊക്കെ ഒരുവൻ വന്ന് ചോദിക്കുമ്പോൾ യേശു പൊതുവായിട്ട് പറയുന്നൊരു കാര്യമാണ്, അത്യാഗ്രഹത്തിൽ നിന്നൊക്കെ ജീവിതത്തെ ഒന്ന് മാറ്റി നിർത്താൻ പഠിക്കുക, പരിശീലിക്കുക. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ട് മാത്രമൊന്നുമല്ല ധന്യമാകുന്നത്. ധ്യാനം കൊണ്ടും മൗനം കൊണ്ടുമൊക്കെ നമ്മളിൽ നിന്ന് നേടുന്ന കരുത്തും ബലവും പ്രകാശവും ഒക്കെ സത്യത്തിൽ എവിടേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്? സമ്പത്ത് കൊണ്ട് തന്നെയാണ് ഈ ജീവിതം ധന്യമാകുന്നത് എന്നുള്ള ഒരു അവസാന നിഗമനത്തിലേക്ക് ഓരോരുത്തരും പതിയെ എത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും ഒരു കഥ നമ്മളെ കുറേയും കൂടി ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യും. 3 വ്യത്യസ്ത മതങ്ങളിലെ പുരോഹിതന്മാർ കൂടി കണ്ടതാണ്. അതിനകത്ത് ഒരു മതക്കാരെ കുറിച്ച് മാത്രം പറയാനേ ഇപ്പോൾ എനിക്ക് പേടിയുള്ളൂ, അത് ക്രിസ്തു മതത്തെക്കുറിച്ചാണ്. എന്തായാലും 3 മതത്തിലെ പുരോഹിതർ ഒരുമിച്ച് കൂടി അവർ വിശേഷങ്ങൾ പങ്കുവച്ചതിന് ശേഷം അവരുടെ ആരാധന ആലയത്തിൽ ലഭിക്കുന്ന സ്തോത്രകാഴ്ച ദേവാലയത്തിനും ദൈവത്തിനുമായിട്ടൊരു പങ്കും ബാക്കി പങ്ക് തങ്ങളുടെ ഒരു കാർമ്മികനെന്ന നിലയിലുള്ള ഒരു വിഹിതമായിട്ട് എടുക്കുന്നതിനെക്കുറിച്ചും വീതം വെക്കുന്നതിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു വരുമ്പോൾ ഒരു മതത്തിൽപ്പെട്ട പുരോഹിതൻ പറഞ്ഞു തുടങ്ങി, വളരെ ലളിതമാണ് ഞങ്ങളുടെ ആ വീതം വെപ്പിൻ്റെ രീതി. തറയിലെ താഴെ ഒരു വട്ടം വരയ്ക്കും. വട്ടം വരച്ചിട്ട് ഈ കാണിക്കയുടെ പണം മുഴുവൻ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് കിട്ടുമ്പോൾ വട്ടത്തിന് അകത്ത് ഉൾപ്പെടുന്നത് ദൈവത്തിനും ദേവാലയത്തിനും, വട്ടത്തിന് ആ വൃത്തത്തിന് വെളിയിൽ വീണ് കിടക്കുന്ന നോട്ടുകളും കോയിനും ഒക്കെ നാണയത്തൊട്ടുകളും ഒക്കെ പുരോഹിത നിലയിൽ എനിക്ക്. എന്നിട്ട് പതിയെ പറഞ്ഞു, വട്ടം തീരെ ചെറുതാണ് കേട്ടോ. വട്ടത്തിനകത്ത് വീഴുന്നത് ദൈവത്തിനും ദേവാലയത്തിനും, വെളിയിൽ വീഴുന്നതൊക്കെ എനിക്കും. വട്ടം തീരെ ചെറുതാണ്. 2-ാമത്തെ മതത്തിലെ പുരോഹിതൻ പറഞ്ഞു, ഞങ്ങളുടെ മത വിഭാഗത്തിനകത്തും വീതം വെപ്പിനകത്ത് ഇത്തിരി ഒരു വട്ടമൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. വട്ടത്തിനകത്ത് വീഴുന്നത് പുരോഹിത നിലയിൽ എനിക്ക്, വെളിയിൽ വീഴുന്നത് ദൈവത്തിനും ദേവാലയത്തിനുമാണ്. ആ കൂടെ പുള്ളി കൂട്ടിച്ചേർത്തു, വട്ടം ഇത്തിരി വലുതാകട്ടോ, വലിയ വട്ടമാണ്. അതുകൊണ്ട് വാരി മുകളിലേക്ക് ഇടുന്ന മൊത്തം സ്തോത്രകാഴ്ചയോ കാണിക്കയോ ഒക്കെ വട്ടത്തിനകത്ത് തന്നെ വീഴുമെന്നുള്ള കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും 3-ാമത്തെ ഒരു ക്രിസ്തീയ പുരോഹിതൻ മറ്റാരുമല്ല, ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പൊട്ടിച്ചിരിയോടുകൂടി പുള്ളി പറയുകയാണ്, മണ്ടന്മാർ, ബുദ്ധിയില്ലാത്തവർ, ഇങ്ങനെയൊന്നുമല്ല ഈ കാര്യങ്ങൾ വീതം വെക്കേണ്ടത്. കുറേയും കൂടി ശാസ്ത്രീയമായ വിധത്തിൽ ഞങ്ങളിതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ്? ഞങ്ങളും വട്ടം വരയ്ക്കും താഴെ, വലിപ്പത്തിലോ വലിപ്പം കുറച്ചോ ഒക്കെ, അതൊന്നും അല്ല ഞങ്ങളുടെ വിഷയം. പിന്നെയോ ഈ സ്തോത്രകാഴ്ച ഒരു കിഴിയിലാക്കി ഞങ്ങൾ മുകളിലേക്ക് പരമാവധി ഉയരത്തിലേക്ക് എറിയാവുന്നത്രയും ശക്തിയോടുകൂടി വലിച്ചെറിയും മുകളിലേക്ക്. എല്ലാവരും ആകാംക്ഷഭരിതരാ. എന്നിട്ടെന്താ, താഴേക്കൊന്ന് വീഴുന്നത് എനിക്കുള്ള വിഹിതമാണ്. ദൈവത്തിന് ആവശ്യമുള്ളത് ദൈവം മുകളിലെത്തുമ്പോൾ പിടിച്ചെടുക്കുന്നുണ്ട്. താഴേക്ക് വരുന്ന എന്തായാലും എനിക്കുള്ള വിഹിതമാണ്. കാര്യങ്ങൾ ഏകദേശമൊക്കെ ഇങ്ങനെ മാറുമ്പോൾ, സമർപ്പണമെന്ന് പറയുമ്പോൾ പണം മാത്രമായി മാറുന്ന ഒരു കാലത്ത്, ലോകത്ത് യേശു പറഞ്ഞ ഒരു വചനം നമ്മളെ കുറേ കൂടി മുറിപ്പെടുത്തേണ്ടതാണ്. മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാമത്തെ വചനമായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് യേശുദമ്പുരാനെ ഒരു മധ്യസ്ഥനാക്കാനായിട്ട്, ന്യായാധിപനാക്കാനായിട്ട് ഒരു മനുഷ്യൻ തുനിയുക. സഹോദരനുമായിട്ട് എൻ്റെ പിതൃസ്വത്ത് ഭാഗം വെക്കുന്നതിന് ചില തർക്കങ്ങളുള്ളതിനാൽ നീ പരിഹരിച്ചു തരണമേ, ഞങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥനായിട്ട് മാറണമെന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. അപ്പോഴാണ് യേശു എന്താ പറയുക, ഭോഷനായൊരു ധനികൻ്റെ കഥ പറയുന്നത്.
അങ്ങനെ തന്നെയാണ് നമ്മൾ ആ ഒരു ഉപമയ്ക്ക് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ, തലക്കെട്ട് ഭോഷനായ ധനികൻ. ഒരു ധനികനായ ഒരു മനുഷ്യന് ഒരു വർഷത്തെ കൃഷിയുടെ ആദായമെടുക്കുന്ന കാലത്ത് സമൃദ്ധമായി വിളവുണ്ടാകുന്നു. സമൃദ്ധിയായിട്ട് വിളവുണ്ടായെന്ന് കണ്ടതോടു പുള്ളിക്ക് മനസ്സിലായി തൻ്റെ സംഭരണശാലകളും കളപ്പുരകളും ഇത് നിറച്ച് സൂക്ഷിക്കാൻ മതിയാകാതെ വരും. സ്ഥലത്തിൻ്റെ പരിമിതി തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട ആ ധനികനായ കൃഷിക്കാരൻ എന്തു ചെയ്തു? അയാളെ ഒരിക്കലും നമുക്ക് ഭോഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അയാൾക്ക് നല്ല കണക്കൂട്ടലുകളുണ്ടായിരുന്നു, ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു, പരിസരത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും പ്രായോഗികമായ ജ്ഞാനമുണ്ടായിരുന്നു. അയാൾ എന്താ ചെയ്തേ? തൻ്റെ സംഭരണശാലകളും കളപ്പുരകളുമൊക്കെ പൊളിച്ച് വിസ്തൃതിയിൽ പണിയാനായിട്ട് അയാൾ തീരുമാനിക്കുകയും പണി പൂർത്തീകരിക്കുകയും വിളവെടുപ്പിന് ശേഷം കിട്ടിയ സമൃദ്ധമായ ആദായം അതിനൊത്ത് സുരക്ഷിതമാക്കുകയും ചെയ്തു. എന്നിട്ടോ അയാൾ തന്നോടെന്നതുപോലെ പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആഹ്ലാദിക്കുക, ഇതാണ് ഇനി എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇയാൾ എത്തുകയാണ്. അപ്പോഴാണ് ഒരു വിളി ശബ്ദം കേൾക്കുക. ഭോഷനായ മനുഷ്യ, ഭോഷ, ഈ ദിവസം, ഈ രാത്രി തീരും മുമ്പ് നിൻ്റെ ആത്മാവിനെ ഞാൻ തിരികെ എടുത്താൽ, വിളിച്ചാൽ ഈ സൂക്ഷിച്ചതും സംഭരിച്ചതും സമ്പാദിച്ചതും ഒക്കെ ആർക്ക് അവശേഷിക്കും? അതൊരു വലിയ ചോദ്യമായിരുന്നു. അങ്ങനെയാവുമ്പോൾ ഈ സമ്പത്തുമായി ബന്ധപ്പെട്ട് ഒരു വല്ലാത്ത വിളി ഉണ്ടാകുന്നുണ്ട്, ഭോഷൻ എന്നൊരു വിളി. വേദപുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 3 സ്ഥലങ്ങളിൽ നിന്നെങ്കിലും നമുക്ക് ഭോഷൻ എന്നുള്ള വിളി കണ്ടെത്താൻ പറ്റും. ഏറ്റവും കുറഞ്ഞത് ഒരു ഓടിച്ചു നോട്ടത്തിനിടയിൽ തീർച്ചയായിട്ടും ഒരു 3 സ്ഥലത്ത് 3 സന്ദർഭത്തിൽ നിന്നെങ്കിലും തീർച്ചയായിട്ടും എന്നെ ഒരുപക്ഷെ നമ്മളിൽ ആരെയൊക്കെയോ ഭോഷ എന്നുള്ള ദൈവത്തിൻ്റെ വിളിശബ്ദം കേൾക്കാനായിട്ട് പറ്റും. ഒന്ന് വളരെ പരിചിതമായ സങ്കീർത്തനമാണ്, 14-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനം. ദൈവമില്ല എന്ന് ഭോഷൻ എൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പം ദൈവമില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വേദപുസ്തകം പതിയെ ഭോഷ എന്ന് വിളിക്കാനായിട്ട് ധൈര്യം കാണിക്കുന്നുണ്ട്. ദൈവമില്ല എന്ന് ഒരുപക്ഷെ നമ്മൾ രാവിലെ, ഉച്ചയ്ക്കോ, വൈകുന്നേരമോ, രാത്രിയിലോ ഒന്നും പറയുന്നില്ലായിരിക്കാം, ദൈവമില്ല. പക്ഷേ നമ്മളുടെ ജീവിതം, പ്രവർത്തനങ്ങൾ, നമ്മുടെ യാത്ര, നിശബ്ദത, വാക്കുകൾ, സംസാരം എല്ലാം ഒന്ന് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്താൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഊർജ്ജമെന്ന് പറയുന്നത് ദൈവമില്ല എന്നുള്ള എന്തൊരു ഉറപ്പിന് മീതെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും അഹംഭാവത്തോടെ, അഹങ്കാരത്തോടെ, ആഡംബരത്തോടെ ഒക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്നത്. അപ്പം ദൈവമില്ല എന്ന് പറയുന്ന മനുഷ്യരെയൊക്കെ വേദപുസ്തകവും പതിയെ ഭോഷ എന്ന് വിളിക്കുമ്പോൾ ആ വിളിശബ്ദമെങ്കിലും കേൾക്കാനായിട്ടെങ്കിലും ഞാൻ കാതും ഹൃദയവും ഒന്ന് തുറക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, തനിക്ക് ദൈവം തന്ന സമ്പത്ത് തനിക്ക് മാത്രം തന്നതാണെന്നും ഈ സമ്പത്ത് കൊണ്ട് തൻ്റെ സുഖവും സൗകര്യവും ക്രമപ്പെടുത്തുക എന്നുള്ള മാത്രം ലക്ഷ്യമേ ഉള്ളൂ എന്നും ധരിച്ചുപോയ ഈ നമ്മളിപ്പോൾ ഉപമയെ കണ്ട ഈ മനുഷ്യനെയാണ് ഭോഷ എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ ആൾ ഒരുപക്ഷെ. അപ്പോൾ ദൈവം തനിക്ക് തന്ന സമ്പത്ത് തനിക്ക് വേണ്ടി മാത്രമാണെന്ന്, പിന്നെ ഇത് തൻ്റെ സുഖവും സൗകര്യം കുറേ കൂടി മെച്ചപ്പെടുത്തുവാനും വളർത്തുവാനും വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്നും ഇതിന് വെളിയിൽ യാതൊരു ആളുകളും ഇല്ലെന്നും യാതൊരു ആളുകൾക്കും ഒരു വിധത്തിലുള്ള അവകാശവുമില്ല, ഒരു സാധ്യതയുമില്ല എന്നും തീർപ്പ് കൽപ്പിക്കുന്ന മണ്ടനായ മനുഷ്യൻ, അവൻ്റെ നിസ്സഹായതയെക്കുറിച്ചോ അവൻ്റെ ആയുസിൻ്റെ നശ്വരതയെക്കുറിച്ചും ഒന്നും ബോധമില്ലാതെ പോകുന്ന മനുഷ്യനാണ് ഭോഷ എന്ന് യേശു വിളിക്കുന്ന രണ്ടാമത്തെ ആൾ. യേശു മുകളിൽ നിന്ന് വിളിക്കുകയാണ്, ഭോഷ, ഈ രാത്രി തീരും മുമ്പ് നിൻ്റെ ആത്മാവിനെ തിരികെ എടുത്താൽ ഈ സമ്പാദിച്ചതും സംഭരിച്ചതും സ്വരൂപിച്ചതും ഒക്കെ ഒടുവിൽ ആർക്ക് അവശേഷിക്കും? ആർക്ക് അനുഭവിക്കാൻ പറ്റും? ആരെങ്കിലുമൊക്കെ അനുഭവിക്കും, അതിനകത്ത് തർക്കമില്ല, സംശയമില്ല. പക്ഷെ ഇതിനുവേണ്ടി കരുതുകയും ഇതിനുവേണ്ടി ജീവിതം ബലിയർപ്പിക്കുകയൊക്കെ ചെയ്ത് ഈ മനുഷ്യൻ അതിൻ്റെ ഒരു അംശം പോലെ അനുഭവിക്കാൻ കിട്ടുന്നില്ല, പറ്റുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു രസകരമായ കാര്യം. അപ്പോൾ നീതിബോധത്തിൻ്റെ അഭാവം നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും. എനിക്ക് തോന്നുന്നു നീതിബോധത്തിൻ്റെ അഭാവമാണ് ഭൂമിയിലേക്ക് ഏറ്റവും വലിയ പാപമെന്ന് പോലും തോന്നുന്നുണ്ട്. കുറേ കൂടി നീതിയോടുകൂടി ചിന്തിക്കുകയും നീതിബോധത്തോടുകൂടി പ്രവർത്തിക്കുകയും എല്ലാവർക്കുമൊക്കെ നീതി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്യാനായിട്ട് യേശു വഴികളിൽ നടക്കുന്ന ഏതൊരാൾക്കും വലിയൊരു ബാധ്യതയുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ഉത്തരവാദിത്വവും ബാധ്യതയുമായിട്ട് മാറുന്നുണ്ട്. മലയാളത്തിൽ ഒരു മുതിർന്ന എഴുത്തുകാരൻ സച്ചിദാനന്ദൻ്റെ ഒരു കവിതയുണ്ട്, മറന്നുവെച്ച വസ്തുക്കൾ എന്ന ടൈറ്റിലാണ് പുസ്തകം അറിയപ്പെടുന്നത്, മറന്നുവെച്ച വസ്തുക്കൾ. അതിനകത്ത് 4 ദേവതമാർ എന്ന് പറയുന്നൊരു കവിതയുണ്ട്, മറന്നുവെച്ച വസ്തുക്കൾ എന്ന സച്ചിദാനന്ദൻ്റെ ഒരു കവിതാ പുസ്തകത്തിനകത്ത് 4 ദേവതമാർ. അതിനകത്ത് ഇങ്ങനെയാണ് ഒരു കവിതയുടെ ഒരു ഭാഗം ഇതാണ്: നീതിയുടെ ദേവത ഒരു ദിവസം കണ്ണുമൂടി കെട്ടഴിച്ച് ലോകത്തെ നോക്കി.
നീതിയുടെ ദേവത ഒരു ദിവസം കണ്ണു മൂടുക കെട്ടഴിച്ച് ലോകത്തെ നോക്കി. തൻ്റെ കണ്ണുകൾ ഇത്ര നാളും മൂടിക്കെട്ടിയിരുന്നത് ഭരണാധിപന്മാരും പ്രഭുക്കളും പുരോഹിതന്മാരുമാണെന്നും തൻ്റെ തുലാസിനിപ്പോൾ ഒരു തട്ടേ ഉള്ളുവെന്നും അവൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. തൻ്റെ കണ്ണ് ഇക്കാലം വരെ മൂടിക്കെട്ടിയത് ആ ഭരണാധിപന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരുമായിരുന്നുവെന്നും തൻ്റെ തുലാസനിപ്പോൾ ഒരു തട്ടേ ഉള്ളുവെന്നും അവൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ഒരു നീതിബോധത്തിൻ്റെ അഭാവത്തെ ഏറ്റവും നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട് സച്ചിദാനന്ദൻ്റെ ഈ ചെറിയ കവിതയുടെ ഒരു ചെറിയ ഭാഗത്തിനകത്ത്. മൂന്നാമത് ഭോഷ എന്നുള്ള വിളി ഇതുമായിട്ട് റിലേറ്റഡാണ്, ബന്ധപ്പെട്ടത് തന്നെയാണ്. ലൂക്കോസിൻ്റെ തന്നെ സുവിശേഷം അവസാന അധ്യായത്തിൻ്റെ 25-ാം വചനത്തിലേക്ക് വരുമ്പോൾ എമ്മാവൂസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യേശുവിൻ്റെ മരണത്തിനും ഉയർപ്പിന് ശേഷം ആകപ്പാടെ ചെതറിപ്പോയ ശിഷ്യന്മാരുടെ സംഘത്തിൽ നിന്ന് 2 പേര് ഒരു ദീർഘമായ യാത്ര നടത്തുന്നുണ്ട്. വലിയ ലക്ഷ്യബോധം എന്നുള്ള യാത്രയായിരുന്നില്ല എന്ന് നമുക്ക് ആ ഭാഗം വായിച്ച് അവസാനിപ്പിക്കാറാകുമ്പോൾ പിടികിട്ടുന്നുമുണ്ട്. ആ 2 ശിഷ്യന്മാരുടെ യാത്രക്കിടയിൽ 2 പേർക്കൊപ്പം മൂന്നാമതൊരാളായിട്ട് യേശു തമ്പുരാനൂടെ കൂട്ടുചേരുന്നുണ്ട്. എന്നിട്ട് കുറച്ചു നേരം മിണ്ടാതെ നടന്ന യേശു തമ്പുരാൻ അവരുടെ സംസാരങ്ങളും തർക്കങ്ങളും ഒക്കെ കേട്ടിട്ട് നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച് പതിയെ അവരുടെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാനായിട്ട് ഹൃദയത്തിൻ്റെ വാതിലുകളൊക്കെ ഒന്ന് തുറന്ന് ഉള്ളിലെത്താനായിട്ട് യേശു തമ്പുരാൻ നല്ല ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നീ ഏത് നാട്ടിൽ നിന്ന് വന്നയാളാണ്, നീ ഏത് രാജ്യത്ത് ജീവിക്കുന്ന ആളാണ്, ഇവിടെ ഒരാഴ്ചയായിട്ട് നടന്ന സംഭവങ്ങളൊന്നും നീ അറിയുന്നില്ലേ? പിന്നെ നസ്രാനായ യേശുവിനെക്കുറിച്ച് യേശുവിനുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വേഗത്തിലൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനിടയിൽ 25-ാം വചനത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നു, ദൈവവചനം കേട്ട് അത് വിശ്വസിക്കാതെ അത് തിരിച്ചറിയാതെയും ഇരിക്കുന്ന ആളുകളെ യേശു ഭോഷന്മാരെന്ന് വിളിക്കുന്നുണ്ട്. ഭോഷന്മാരെ ഓർക്കുന്നില്ലേ അന്ന് ഞാൻ പറഞ്ഞതും പഠിപ്പിച്ചതും ഓർമ്മപ്പെടുത്തിയതും ഒക്കെ എന്നുള്ള അർത്ഥത്തിൽ? അപ്പോഴവർക്കത് പിടികിട്ടുന്നില്ല. ഈ മൂന്നാമത്തെ ആൾ യേശുദായിരുന്നു എന്നുള്ള ഒരു ബോധ്യമോ അവർക്കുണ്ടായില്ല. അവരെന്തായാലും യാത്ര സന്ധ്യയോടെടുക്കാറായപ്പോൾ 2 ശിഷ്യന്മാരുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയെന്ന് തോന്നുന്ന വിധത്തിൽ കാര്യങ്ങളെ അവതരിപ്പിച്ചിട്ട് ഈ മൂന്നാമത്തെ കൂട്ടുയാത്രക്കാരനോട് അവർ 2 പേരും ഒരുമിച്ച് പറയുകയാണ്, എന്തായാലും സന്ധ്യയായല്ലോ, നിനക്കിനി യാത്ര തുടരുകയും ചെയ്യണം. ഈ രാത്രി ഞങ്ങൾക്കൊപ്പം വിശ്രമിച്ചിട്ട് പിറ്റേ ദിവസം യാത്ര പുറപ്പെടാമെന്നൊക്കെ പറയുന്ന അവരുടെ ഒരു ഭവനത്തിലേക്ക് അവനെ ഉൾക്കൊള്ളുകയും അവിടെ വെച്ച് ആ അതിഥിയായ യേശു തമ്പുരാൻ ആതിഥേയനായിട്ട് മാറുകയും അവർക്ക് അപ്പം എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പതിയെ യേശുവിനെ അവർ തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഭോഷന്മാരെന്നുള്ള വിളി മുഴങ്ങുന്നത് ദൈവമില്ല എന്ന് മനസ്സിൽ ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് ആരംഭിക്കുക. ദൈവമില്ല എന്ന് പറയുന്നില്ലെങ്കിലും പ്രവർത്തനം കൊണ്ട്, വാക്കുകൾ കൊണ്ട്, വിചാരങ്ങൾ കൊണ്ട് ഒക്കെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ദൈവമില്ല എന്ന് കരുതുന്നു. ദൈവമുണ്ടെന്നുള്ള ഒരു വിചാരമോ സ്നേഹമോ ഭയമോ പോലും ഇല്ലാത്ത പ്രവൃത്തി. രണ്ടാമതിലേക്ക് വരുമ്പോൾ ഒരു നീതിബോധമില്ലാത്ത വിധത്തിൽ ദൈവം തന്ന സമ്പത്തിനെയും ദൈവം തന്ന ദാനങ്ങളെയും കൃപകളെയും ഒക്കെ അവനവന് വേണ്ടി അവനവൻ്റെ സ്വാർത്ഥതയുടെ സുഖങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ. മൂന്നാമത് ഈ യേശുവിൻ്റെ വചനങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് കളഞ്ഞ് വിസ്മൃതിയുടെ ലോകത്തേക്ക് പോയ വിധത്തിലേക്ക് ജീവിക്കുന്ന ആളുകൾ. എങ്ങനെയാണ് കാര്യങ്ങളെ നമുക്കൊന്ന് നേരെയാക്കാൻ പറ്റുക? ഭാരതത്തിൽ മറാഠി ഭാഷയിൽ ഏറ്റവും അധികം നല്ല കുറേ ഗ്രന്ഥങ്ങൾ എഴുതി ജ്ഞാനപീഠ പുരസ്കാരമൊക്കെ കിട്ടിയ BS ഖാണ്ടേക്കർ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. BS ഖാണ്ടേക്കറുടെ ഏറ്റവും പ്രശസ്തമായ ഒരു കൃതിയാണ് യയാതി എന്ന് പറയുന്ന ഒരു നോവല്. മഹാഭാരതത്തിൻ്റെ ഏടുകളിൽ നിന്ന് എടുത്ത ആ കഥാപാത്രവും കുറച്ച് സംഭവങ്ങളെയൊക്കെ വളരെ നന്നായിട്ട് വ്യാഖ്യാനിക്കുകയും വിവരിക്കുകയും ചെയ്യുന്ന ഇത്തിരി വലിപ്പമുള്ളൊരു പുസ്തകമാണ് യയാതി. മലയാളത്തിൽ അതിൻ്റെ വിവർത്തനവും ലഭ്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു രാജാവ് തൻ്റെ വാർദ്ധക്യകാലത്തേക്ക് എത്തുമ്പോൾ ഈ സുഖങ്ങളും കാമനകളും ഒക്കെ ആസ്വദിച്ച് തീരുന്നില്ല, തൃപ്തി വരുന്നില്ല എന്നുള്ള ബോധ്യത്തിൽ ആരുടെയെങ്കിലും യൗവനം എൻ്റെ ഈ വാർദ്ധക്യം എടുത്തിട്ട് തിരികെ തരുമോ എന്നൊക്കെ ചോദിച്ച് വാർദ്ധക്യവും ആരുടെയെങ്കിലും യൗവനവുമായിട്ടുള്ള വെച്ചുമാറ്റത്തിന് മുതിരുകയും ആരും തയ്യാറാകാതെ വരുമ്പോൾ തൻ്റെ മകനെ തന്നെ അതിന് വിധേയപ്പെടുത്തുകയും അങ്ങനെ മകന് തൻ്റെ വാർദ്ധക്യം കൊടുക്കുകയും മകൻ്റെ യൗവനം തിരികെ വാങ്ങി കുറേ കാലം കൂടി ഈ ഒരു സുഖങ്ങളിലും കാമനകളിലുമൊക്കെ ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് ഏറ്റവും അധികം വായിക്കപ്പെടേണ്ട ഒരു പുസ്തകം കൂടിയായിട്ട് മാറുന്നുണ്ട് BS ഖാണ്ടേക്കറുടെ യയാതി എന്ന പുസ്തകം.
അപ്പോൾ കുറേ കൂടി നമ്മുടെ ജീവിതത്തിലെ സമ്പത്തിനുള്ള സ്ഥാനത്തെക്കുറിച്ച്, ദൈവത്തിനുള്ള ഇടത്തെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചും ഒക്കെ ധ്യാനിക്കുന്നത് നല്ലതാണ്. ദൈവത്തെയും ദേവാലയത്തെയും ഒക്കെ നമ്മൾ എപ്രകാരം കാണുന്നു, എങ്ങനെയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് നിർത്തുന്നത് എന്ന് ഒരു ഉദാഹരണം കാണിക്കാനായിട്ട് ഒരു നാണയം യേശുവിന് കയ്യിലില്ലായിരുന്നു എന്ന് പറയുന്നൊരു വേദഭാഗം നമുക്ക് ഓർമ്മയുണ്ട്. കൈസറിന് നികുതി കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം നികുതി കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ ഉള്ള ഉദ്ദേശത്തിലല്ല അവർ യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവനെക്കൊണ്ട് കൈസറിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയിപ്പിച്ചാൽ അവനെ ഇല്ലാതാക്കാൻ അതൊരു വലിയ തെളിവായിട്ട് അവസാനം വരെ അവർക്ക് അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ ചോദിച്ചൊരു സന്ദർഭത്തിൽ യേശുവിൻ്റെ പ്രതികരണം ഒരു നാണയം കൊണ്ടുവരാനാണ് പറയുക. സ്വന്തം പോക്കറ്റിൽ കീശയിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് കാണിച്ചേനെ ഈ നാണയം. അതില്ലാഞ്ഞിട്ടാണല്ലോ കടം കൊള്ളേണ്ടത്. അപ്പോൾ പണവും നാണയവുമായി ബന്ധപ്പെട്ട് യേശു പുലർത്തിയ ഒരു ആവശ്യത്തിനുള്ള അകലത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കാണിച്ച നാണയത്തിൽ ഇതാരുടെ എംബ്ലമാണ് മുദ്ര ചെയ്തിരിക്കുന്നത് ചോദിക്കുകയും അത് കൈസറിൻ്റെ ആണെന്ന് പറയുകയും, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അവകാശപ്പെട്ട് അയാൾക്ക് കൊടുത്തേ മതിയാവൂ. ദൈവത്തിന് അവകാശപ്പെട്ടത് ദൈവത്തിന് കൊടുക്കാനും ബാധ്യതയും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് യേശു ആ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സമ്പത്തും പണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യേശു പുലർത്തിയ ഒരു അകലമുണ്ട്. എന്ന് വെച്ച് സമ്പത്തിന് നാണയങ്ങൾക്കൊന്നും യേശു എതിരായിരുന്നില്ല. വിരുന്നുകളൊക്കെ ഉണ്ണാൻ യേശു പല വീടുകളിൽ ചെന്നിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പണം കൊണ്ടുകൂടി ആ വിരുന്ന് റെഡിയാകുക, തയ്യാറാവുക സംശയമില്ലാത്ത കാര്യമാണ്. ഒരു കഴുതയെ അഴിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കഴുതയുടെ ഉടമസ്ഥൻ ആ കഴുതയുമായി ബന്ധപ്പെട്ട ഒരു പണ ഇടപാട് ഏതെങ്കിലുമൊക്കെ കാലത്ത് നടന്നിട്ടുണ്ടാവും. ഒന്നും വേണ്ട, മരണശേഷം യഹൂദ മത ആചാരപ്രകാരം ഒരു ഭംഗിയാർന്ന ഒരു സംസ്കാരം ലഭിച്ച ആളും കൂടി യേശു ക്രിസ്തു. അതിന് സുഗന്ധദ്രവ്യങ്ങളൊക്കെ റാത്തൽ കണക്ക്, അതിൻ്റെ അളവ് കണക്ക് വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു വാങ്ങൽ വിൽപ്പനയും വിൽക്കുന്ന കടയും വാങ്ങുന്നയാളും തമ്മിലുള്ള പണ ഇടപാടൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ നടന്നിട്ടുണ്ട്. ഒരു തർക്കവും സംശയമില്ല. മറ്റൊരു സന്ദർഭത്തിൽ നികുതി കൊടുക്കുന്ന അവസരത്തിൽ നീ നിൻ്റെ ശിഷ്യരും കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പത്രോസിനോട് വീണ്ടും മീൻ പിടിക്കാൻ പോകാൻ പറയുകയും പിടിച്ച മീനിൻ്റെ വായിൽ നിന്ന് നാണയം കിട്ടും അതെടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ നാണയവുമായി ബന്ധപ്പെട്ട യേശു ഒരു തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മയെ പുലർത്തിയ ആളല്ല. പക്ഷെ എന്നാലും യേശുവിൻ്റെ കയ്യിൽ വലിയ സമ്പത്ത് യേശു സൂക്ഷിച്ചിരുന്നില്ല എന്ന് ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള തർക്കത്തിനിടയിൽ ഒരു മധ്യസ്ഥനായിട്ട് നീ വരണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ യേശു ഇത്തിരി നീരസത്തോടെ, ആരാണ് എനിക്കും നിനക്കും നിങ്ങൾക്കും ഇടയിലൊക്കെ നിങ്ങൾക്കിടയിൽ എന്നെ ഒരു മധ്യസ്ഥനാക്കി എന്നുള്ള ചോദ്യമൊക്കെ ഇത്തിരി പരിക്കം വിധത്തിൽ ചോദിക്കുന്നത്. എന്തായാലും ഈ അടുത്ത നാളിൽ നമ്മുടെ വിപണിയിൽ അല്ലെങ്കിൽ നമുക്ക് കൈമാറ്റം ചെയ്യാവുന്ന വിധത്തിൽ ലഭ്യമാകുന്ന 1000 രൂപയുടെ നോട്ടും 10 രൂപയുടെ നോട്ടും കൂടെ കണ്ടുമുട്ടിയൊരു കഥയുണ്ട്. കുറേ കാലം കൂടിയായിരുന്നു അവർ തമ്മിൽ കണ്ടുമുട്ടിയത്. 1000 രൂപയുടെ നോട്ടും 10 രൂപയുടെ നോട്ടും കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷത്തിൽ അഭിവാദനമൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരിഭവം പറഞ്ഞു, കുറേ കാലമായല്ലോ കണ്ടിട്ട്, എവിടെയായിരുന്നു? അത് ശരിയാ, കുറേ കാലമായി കണ്ടിട്ട്. എന്തായാലും 1000 രൂപ ആണല്ലോ മൂപ്പൻ മദ്യ വിൽപ്പനശാലകളുടെ പെട്ടിക്കകത്ത എൻ്റെ അവസ്ഥ. അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അവിടുന്ന് പുറത്തിറങ്ങി സർക്കാരിൻ്റെ ട്രഷറിയിലേക്ക് അടച്ചു കഴിഞ്ഞാൽ പിറ്റേന്നത് ജനങ്ങളിലെത്തിയ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ വീണ്ടും ഇതേ കടയിലെ പെട്ടിക്കകത്താവും. എന്ത് ചെയ്യാനാ? ഈ പെട്ടി വിട്ടുള്ള ജീവിതം എനിക്കില്ല. ഇത് പറഞ്ഞ് അഭിമാനത്തോടെ നിൽക്കുമ്പോൾ 10 രൂപ പതിയെ തലചൊറിഞ്ഞുകൊണ്ട് പറയുക, എൻ്റെ അവസ്ഥ ഇതിലും വലിയ കഷ്ടത്തിലാണ് കേട്ടോ. എന്തു പറ്റി? എൻ്റെ അവസ്ഥ ഇതിലും വലിയ കഷ്ടത്തിലാണ്. എൻ്റെ അവസ്ഥ പള്ളിയിലെ ഭണ്ണാരപ്പെട്ടിക്കകത്ത് നിറങ്ങാൻ എനിക്ക് നേരമില്ല. ഞായറാഴ്ച എന്നെ വൈകുന്നേരം അവർ പുറത്തിറക്കി കഴിഞ്ഞത് എണ്ണി തിട്ടപ്പെടുത്തി പലർക്കുമായിട്ട് കൊടുക്കുന്നുണ്ടാവാം. പിറ്റേ ഞായറാഴ്ച ഞാൻ വീണ്ടും ആ പെട്ടിക്കകത്ത് വരിക. അതാ നമ്മൾ കൂടിക്കാണാത്തത്. അപ്പോൾ പണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭൗതിക മേഖലകളിലും അനാവശ്യ മേഖലകളിലും ആത്മീയ മേഖലകളിലും ഒക്കെ ഓരോരുത്തരും പുലർത്തുന്ന എന്താ പറയുക, മിതത്വവും ഒരു വശത്തുണ്ട്, നമ്മളുടെ ആഡംബരവും ആർഭാടവും ഒരു വശത്ത് ഒന്ന് ഓർക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സമ്പത്തുമായി ബന്ധപ്പെട്ട് കുറേ കൂടി നമ്മൾ പാലിക്കേണ്ട ചില നിമിത്തങ്ങളെക്കുറിച്ച്, ദർശനങ്ങളെക്കുറിച്ച്, നിലപാടുകളെക്കുറിച്ചൊക്കെ ഉള്ളൊരു ജാഗ്രത ഓരോരുത്തർക്കും ആവശ്യമാണ്. എന്തായാലും ഒരു ധനികനായ യുവാവ് യേശുവിൻ്റെ അടുത്തെത്തിയിട്ട് നിരാശപ്പെട്ട് മടങ്ങിപ്പോകുന്ന ഭാഗം നമ്മൾ പല ആവർത്തി വായിച്ചിട്ടുള്ള ലൂക്കോസിൻ്റെയൊക്കെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമുക്ക് ആ വേദഭാഗം വായിക്കാൻ കഴിയും. നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു ചെറുപ്പക്കാരനോട്. കൽപ്പനകളൊക്കെ പാലിക്കാനായിട്ട് യേശു പറയുന്നു. ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിനക്കൊരു കുറവുണ്ട്, നിൻ്റെ സമ്പത്താണ്, അത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കാനായിട്ട് യേശു തമ്പുരാൻ ഒരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ അവൻ്റെ ഭാഗം ഇതാണ്:
ഇങ്ങനെയാണ് ആ ഭാഗം അവസാനിക്കുക. അവൻ യേശു തമ്പുരാൻ്റെ അടുത്ത് നിന്ന് സങ്കടത്തോടെ മടങ്ങിപ്പോയി. അവൻ ഒരു ധനികനായിരുന്നു. അവൻ ഒരുപാട് സമ്പത്തും സ്വത്തും ഉണ്ടായിരുന്നത് കൊണ്ട് അത് യേശു തമ്പുരാനെ പ്രതി വിടാനായിട്ട്, യേശു തമ്പുരാനെ പ്രതി ഉപേക്ഷിക്കാനായിട്ടുള്ള കൽപ്പന അനുസരിക്കാനായിട്ട് തയ്യാറാകാത്തത് കൊണ്ട് അവൻ ദുഃഖിതനായി മടങ്ങിപ്പോയി. തീർച്ചയായിട്ടും ഭോഷന്മാരുടെ ആ വിളി കേൾക്കുന്ന പട്ടികയിൽ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഉണ്ടാകുമോ എന്നുള്ളൊരു സങ്കടം ഇവിടെ അവശേഷിക്കുക. അവന് എത്ര കാലം കൂടി ജീവിക്കുമെന്നെങ്കിലും മരണവുമായി ബന്ധപ്പെട്ട് ഒന്ന് ധ്യാനിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവനും ജീവിതവും, ജീവിതത്തിൽ തമ്പുരാൻ തന്ന സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ അവനൊപ്പമുള്ളവർക്കും പരിസരത്തിനും സമൂഹത്തിനും സഭയ്ക്കും ദുർബലരായ എല്ലാ ആളുകൾക്കുമൊക്കെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ വിനിയോഗിക്കാനായിട്ട് ഒരു മനസ്സ് കണ്ടെത്താനായിട്ട് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോൾ നമ്മളും പതിയെ പറഞ്ഞു തുടങ്ങും, മനുഷ്യ ജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ലായിരുന്നു. മനുഷ്യ ജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ട് മാത്രമായിരുന്നില്ല. ദൈവത്തിൻ്റെ കരുതലും കാവലും കൃപയും ഒക്കെ ആവോളം ഉണ്ടായിരുന്നു. അത് നമ്മൾ അനുഭവിക്കുകയും അതിൻ്റെ തണലിൽ നമ്മൾ ബലപ്പെടുകയും ചെയ്യുമ്പോൾ അതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി ആ കരുതലും കാവലും സംരക്ഷണവും ഒക്കെ നമ്മൾ പങ്കിട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു വളർച്ച പൂർണ്ണതയിലെത്തുക എന്ന് തിരിച്ചറിഞ്ഞ് മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ട് മാത്രമല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ധന്യമാകുന്നത് തിരിച്ചറിയാനായിട്ട് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.